ഞങ്ങൾക്ക് അരിവാൾ കൊണ്ടും ചില പണികളൊക്കെ അറിയാമെന്ന പ്രസംഗം. മുസ്ലിം ലീഗിന്റെ വിദ്യാഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ചതുമായി ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നടത്തിയ CPIM പ്രകടനത്തിനിടെയാണ് പ്രകോപനപരമായ പ്രസംഗം. അപ്പോൾ നിങ്ങൾ പറയരുത് CPIM അക്രമമെന്ന് ഇൻകുലാബ് സിന്ദാബാദ് ഞങ്ങളുടെ നേരെ വന്നാൽ ഒറ്റത്തുണിയിൽ പൊതിഞ്ഞു കെട്ടി ഓണക്കാട്ടേക്ക് പാർസലയച്ചു. പത്ത് ആൾക്കാര് 4 DJ സൗണ്ട് വിട്ട് ഈ റോഡിനകത്തൂടെ പോകുമ്പോ ആ ആളുകളെ നിലക്കി നിർത്താനുള്ള കഴിവും കരുത്തും ഈ നാടിനകത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്. ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ബാധ്യതയാണ്. കാരണം നഷ്ടം മുസ്ലിം ലീഗിനായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ നാട്ടുകാരെ ഞങ്ങളിവിടെ നടത്തിയത് ഇവിടെ പ്രതിഷേധാത്മകമായ ഒരു സൂചനാ സമരം മാത്രമാണ്, ഒരു പ്രതിഷേധം മാത്രമാണ്. ഇനിയും പ്രകോപനം തുടർന്നാൽ പ്രതിഷേധം ഇതുപോലെ പ്രകടനമായിരിക്കില്ല, അത് നിങ്ങളുടെ വീടിനകത്തേക്ക് വന്നുള്ള പ്രകടനമായിരിക്കും. ആ പ്രകടനം നടത്താൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മലപ്പുറം തെന്നരയിൽ കടുത്ത സ്ത്രീവിരുദ്ധ പ്രസംഗവുമായി CPM നേതാവ് സെയ്ദ് അലവി മജീദ്. അന്യാളുകളുടെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സെയ്ദ് അലി മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എങ്ങനെ കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ പ്രായപൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തിയുറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തിയുറങ്ങും. പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്തതിന്റെ സ്വീകരണത്തിലാണ് ഈ അശ്ലീല പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. CPMന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു ഈ മഹാൻ. ഞങ്ങളുടെയൊക്കെ വീട്ടിലും മക്കൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മക്കളുടെ കൂടെ അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ, കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾ വീടകങ്ങൾ ഭർത്താക്കന്മാർക്കൊപ്പം അന്തി ഉറങ്ങേണ്ടവരാണ്. പുറത്തിറങ്ങി വോട്ട് പിടിച്ച് എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കേണ്ടവരല്ല. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പെണ്ണുങ്ങളെ കാഴ്ചവെച്ച്, പെൺകുട്ടികളെ കാഴ്ചവെച്ച് വോട്ട് നേടുന്നതാണെന്നാണ് CPM ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ രാഷ്ട്രീയ ബോധ്യം. എങ്ങോട്ടാണ് കാലം പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ.